അണ്ടർ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി. അതായത് എല്ലാ സോഷ്യൽ റിസർച്ച് ഒരു ഇതൊക്കെ ഡിസ്ക്രിപ്റ്റീവോ ഡയഗ്നോസ്റ്റിക് സ്റ്റഡിയോ ആണ് വരുന്നത്. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അഗ്രികൾച്ചറൽ റിസർച്ചാണ്. പ്രൊഫസർ ഫിഷർ പറഞ്ഞിട്ടുള്ളത് ഒരു എക്സ്പെരിമെൻ്റൽ ഡിസൈന് 3 കാര്യങ്ങൾ വേണമെന്നുള്ളതാണ്. ഒന്നാമത്തെ പ്രിൻസിപ്പിൾ ഓഫ് റിപ്ലിക്കേഷൻ, അതായത് റിപ്പീറ്റ് ചെയ്യുക, പ്രിൻസിപ്പിൾ ഓഫ് റാൻഡമൈസേഷൻ, അതുപോലെ പ്രിൻസിപ്പിൾ ഓഫ് ലോക്കൽ കൺട്രോൾ എന്നിവയാണ്. അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് റിപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ എക്സ്പെരിമെൻ്റ് എന്ത് ചെയ്തിരിക്കണം, റിപ്പീറ്റഡ് മോർ ദാൻ വൺസ്, ഒന്നിലധികം തവണ റിപ്പീറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. പ്രിൻസിപ്പിൾ ഓഫ് റാൻഡമൈസേഷൻ എന്ന് വെച്ചാൽ ഇവിടെ എന്ത് ചെയ്യുന്നു, എക്സ്പെരിമെൻറ്റ് എഗെയിൻസ്റ്റ് ദ എഫക്റ്റ് ഓഫ് എക്സ്റ്റേണിയസ് ഫാക്ടേഴ്സിൻ്റെ റാൻഡമൈസേഷൻ എതിരായിക്കൊണ്ട് പ്രവർത്തിക്കുന്നതായിരിക്കണം. പ്രിൻസിപ്പിൾ ഓഫ് ലോക്കൽ കൺട്രോൾ എന്ന് വെച്ചാൽ അവിടെ എന്ത് ചെയ്യുന്നു, പ്രിൻസിപ്പിൾ ഓഫ് എക്സ്പെരിമെൻ്റൽ ഡിസൈൻ ത്രൂ ദ പ്രിൻസിപ്പിൾ ഓഫ് ലോക്കൽ കൺട്രോൾ വി ക്യാൻ എലിമിനേറ്റ് ദ വേരിയബിലിറ്റി ഡ്യൂ ടു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ ഉണ്ടാകുന്ന വേരിയബിലിറ്റിയെ കൊണ്ടുണ്ടാകുന്ന എലിമിനേറ്റ് ചെയ്യാം. എക്സ്പെരിമെൻ്റൽ എററിലൂടെ ഉണ്ടാകുന്ന എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനുണ്ടാകുന്ന വേരിയബിലിറ്റി എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അക്കോർഡിംഗ് ടു പ്രിൻസിപ്പൽ ലോക്കൽ കൺട്രോൾ വി ഫസ്റ്റ് ഡിവൈഡ് ദ ഫീൽഡ് ഇൻ ടു സെവറൽ ഹോമോജീനിയസ് പാർട്സ്. ഫീൽഡിനെ നമ്മൾ വ്യത്യസ്തമായ ഹോമോജീനിയസ് പാർട്ടായിട്ട് മാറ്റും. അതിന് ബ്ലോക്ക് എന്ന് വിളിക്കും. ഓരോ ബ്ലോക്കിനെയും പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഈക്വൽ നമ്പർ ഓഫ് ട്രീറ്റ്മെൻ്റ് ആക്കി മാറ്റും. ട്രീറ്റ്മെൻറ്റിന് നമ്മൾ എന്ത് ചെയ്യും, ഒരു പാർട്സ് ഓഫ് ബ്ലോക്ക് ആക്കും. ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, അതിനെ ബ്ലോക്കിംഗ് എന്നാണ് വിളിക്കുന്നത്. ഹോമോജീനിയസ് ആയിട്ടുള്ള എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ ഓഫ് ആൻ എക്സ്പെരിമെൻ്റ് ആണ്. എക്സ്പെരിമെൻ്റൽ ഡിസൈൻ നമുക്ക് രണ്ടാക്കി തരംതിരിക്കാം: ഇൻഫോർമൽ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ ആൻഡ് ഫോർമൽ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ. ഇൻഫോർമൽ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്ന് വെച്ചാൽ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള അനാലിസിസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. ഇൻഫോർമൽ എക്സ്പെരിമെൻ്റൽ ഡിസൈനിൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ വിത്തൗട്ട് കൺട്രോൾ ഡിസൈൻ, ആഫ്റ്റർ ഓൺലി വിത്ത് കൺട്രോൾ ഡിസൈൻ, ബിഫോർ ആൻഡ് ആഫ്റ്റർ വിത്ത് കൺട്രോൾ ഡിസൈൻ എന്നൊക്കെയാണ്. ഫോർമൽ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ ഉദാഹരണമാണ് കംപ്ലീറ്റ്ലി റാൻഡമൈസ്ഡ് ഡിസൈൻ, CR ഡിസൈൻ എന്ന് വിളിക്കും. റാൻഡമൈസ്ഡ് ബ്ലോക്ക് ഡിസൈൻ, അതായത് RB ഡിസൈൻ എന്ന് വിളിക്കും. ലാറ്റിൻ സ്ക്വയർ ഡിസൈൻ എന്ന് വിളിക്കും. അതുപോലെ LS ഡിസൈൻ അതിന് വിളിക്കുന്ന ഫാക്ടോറിയൽ ഡിസൈൻ. ഇങ്ങനെയാണുള്ളത്. ബിഫോർ ആൻഡ് ആഫ്റ്റർ വിത്തൗട്ട് കൺട്രോൾ ഡിസൈൻ എന്ന് വെച്ചാൽ ഇൻ സച്ച് ഡിസൈൻ എ സിംഗിൾ ടെസ്റ്റ് ഗ്രൂപ്പ് ഓർ ഏരിയ ഈസ് സെലക്റ്റഡ് ആൻഡ് ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് ആർ മെഷേർഡ് ബിഫോർ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ദി ട്രീറ്റ്മെൻറ്റ്. The treatment is then introduced and the dependent variable is measured again and after the treatment has been introduced. മുമ്പ് ശേഷവും അങ്ങനെയാണ് ചെയ്യുന്നത്. ബിഫോർ ആൻഡ് ആഫ്റ്റർ ദി ട്രീറ്റ്മെൻറ്റ്. The main difficulty before and after without control design is that the passage of time considerable extraneous variable may be there in treatment effect. Extraneous variable ഉണ്ടാവാം. After only with control design. In this design, 2 group of areas are selected and treatment introduced into the test area only. The dependent variables are measured both areas at the same time. ഒരേ സമയത്താണ് ചെയ്യുന്നത്. The basic assumption of after only with control design is that 2 areas are identical with respect to their behavior towards the phenomenon considered. Before and after with control design. In this design, 2 areas are selected and the dependent variable is measured in both the areas for an identical time period before the treatment എന്നാണ് പറയുന്നത്. കംപ്ലീറ്റ്ലി റാൻഡമൈസ്ഡ് ഡിസൈൻ ഉണ്ട്. ഇൻവോൾവ്സ് ഇൻ 2 പ്രിൻസിപ്പിൾസ് റിപ്ലിക്കേഷൻ, പിന്നെ റാൻഡമൈസ്ഡ് ബ്ലോക്ക്, അതുപോലെ ലാറ്റിൻ സ്ക്വയർ ആണുള്ളത്. ഫാക്ടോറിയൽ ഡിസൈൻ അതാണ് ഇതിൽ പറയുന്നത്. സാമ്പിൾ ഡിസൈനിൽ അതാണ് പറയുന്നത്. സാമ്പിൾ ഡിസൈൻ ഡെഫിനിറ്റ് പ്ലാൻ ഓഫ് ഒബ്റ്റൈനിങ് സാമ്പിൾ ഇൻ ദ ഗിവൺ പോപ്പുലേഷൻ. It refers to the technique of procedure for researcher which adopts selecting items for the sample. Sample unit may be geographical one such as state, district, village, or construction such as house, flat, or may be social unit as family, club, school, or maybe an individual. എന്തുവാം? Source list. It is also known as sampling frame. Sampling ഫ്രെയിമിനെ വിളിക്കുന്ന പേരാണ് source list. ഫ്രം വിച്ച് സാമ്പിൾ, എവിടെ നിന്നാണോ നമ്മൾ സാമ്പിൾ ഡ്രോൺ ചെയ്യുന്നത് അതാണത്. ഇറ്റ് കണ്ടെയ്ൻസ് ദ നെയിംസ് ഓഫ് ഓൾ ദി ഐറ്റംസ് ഓഫ് ദി യൂണിവേഴ്സ് ഇൻ കേസ് ഓഫ് ഫിനിറ്റ് യൂണിവേഴ്സ് ഓൺലി. സിസ്റ്റമാറ്റിക് ബയാസ് ഫ്രം ദി എറേഴ്സ് ഇൻ ദി സാമ്പിളിംഗ് പ്രൊസീജിയർ ആൻഡ് കനോട്ട് ബി റെഡ്യൂസ്ഡ് ലിമിനേറ്റഡ് ബൈ ഇൻക്രീസിങ് സാമ്പിൾ. സിസ്റ്റമാറ്റിക് ബയാസ് നമുക്ക് കുറക്കാൻ പറ്റില്ല സാമ്പിളിൻ്റെ സൈസ് കൂട്ടിയിട്ട്. യൂഷ്വലി സിസ്റ്റമാറ്റിക് ബയാസ് ബൈ റിസൾട്ട് ഓഫ് 1 or more of the following factors: inappropriate sampling frame, defective measurement device, non-responsible
respondents, indeterminacy principle, nature of bias in reporting of data. Sampling errors are the random variation in the sampling estimates around the true population parameters. Sampling errors decreases to increase the size of the sample, and it happens in the smaller magnitude in the homogeneous population. Sampling errors can be measured by given a sample of design and size. Thank you.